MBBS ഏജന്റുമാരൊക്കെ ടെൻഷനിലാണ്. പ്രത്യേകിച്ച് അഡ്മിഷൻസ് ഒന്നുമില്ല. ഏകദേശം 100, 200, 500 അഡ്മിഷനൊക്കെ ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ ഒരു പകുതി അഡ്മിഷൻസ് ഉള്ളൂ. ഒരു സൈഡിൽ ഇപ്പോൾ അതിൻ്റെ കാരണം പല വിവാദങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റീസിലും കസാക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ പോയിരുന്നു. അവിടെ പല ഏജന്റുമാരെയും ഒക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. അഡ്മിഷൻസ് ഒക്കെ കുറവാണ്. 100, 200 കിട്ടിയവർക്കൊക്കെ പകുതിയുള്ളൂ. പകുതി പോലും ആയിട്ടില്ല. സോ ഒബിയസ്ലി കുറ്റം പറയാൻ പറ്റില്ല. പാരൻസിൻ്റെ കുറച്ചുകൂടെയും കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ മെസ്സിൻ്റെയും സേഫ്റ്റിയുടെയും മറ്റു മലയാളി ഫുഡിൻ്റെ ഒക്കെ കഥകൾ വിട്ട് ഇപ്പോൾ NMC ഗൈഡ് ലൈൻസ് ഒക്കെ സംസാരിച്ചു തുടങ്ങി. നല്ലൊരു കാര്യം. അപ്പോൾ ഒബിയസ്ലി അഡ്മിഷൻ കുറയാനാ ചാൻസ് ഉള്ളൂ. കാരണം പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരുന്നു. ഒരു സൈഡിൽ നിന്ന് ചർച്ചകൾ വരുന്നു, ഒരു സൈഡിൽ നിന്ന് പല കാര്യങ്ങളും ഉന്നയിക്കുന്നു, മറ്റൊരു സൈഡിൽ അത് പോഡ്കാസ്റ്റ് വഴിയും അങ്ങനെയൊക്കെ ആയിട്ട് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നോക്കുന്നു. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടത്തിലാണ്. പ്രത്യേകിച്ച് അഡ്മിഷൻസ് ഒക്കെ ആകെ പിടിയും വലിയാണ്. ഒരു സൈഡിൽ 6+3 ആവുന്നു, ഒരു സൈഡിൽ യൂണിവേഴ്സിറ്റിക്ക് അക്രഡിറ്റേഷൻ ആയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പലരും വീഡിയോകളും ചെയ്തു തുടങ്ങി. ഒരു സൈഡിൽ NMC ഗൈഡ് ലൈൻസ് അംഗീകരിക്കാത്ത പ്രശ്നങ്ങൾ എല്ലാവരും അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ള ഒബിയസ്ലി പാരൻസൊക്കെ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങി. 250 അഡ്മിഷനുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ കേവലം 80 അഡ്മിഷൻസ് 80 കുട്ടികളായിട്ട് മാത്രം അവശേഷിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എനിക്കറിയാം. ഞാൻ പോയി സംസാരിച്ചു, അവിടുത്തെ കുട്ടികളായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും, പല ഏജൻസിൻ്റെയും കഞ്ഞുകൂടി മുട്ടിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അതുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തായാലും ഒരു 12ഓളം പേര് ഞാൻ റിജക്ഷൻ ചെയ്തിരുന്നു ഈ പ്രാവശ്യം. ഏകദേശം പേരൻസ് ഒക്കെ വന്ന് ചോദിച്ചിരുന്നു. വിത്തൗട്ട് നീറ്റിലൊക്കെ ഒരുപാട് പേരുന്ന സജഷൻ ചോദിച്ചിരുന്നു, വിത്തൗട്ട് നീറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ 12 പേരെ ഒഴിവാക്കി വിടാൻ ചെയ്ത് ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. അതിനും കൂടുതലാവാനാണ് ചാൻസ്. പക്ഷേ പിന്നെ അറിയാൻ കഴിഞ്ഞത് അതിൽ പലരും 2-3 പേരൊക്കെ അഡ്മിഷൻസ് എടുത്തു. ഞാൻ അറിയാൻ കഴിഞ്ഞത് പല യൂണിവേഴ്സിറ്റികളായിട്ട് അഡ്മിഷൻസ് എടുത്തു വിത്തൗട്ട് നീറ്റ്. ദേ ഹാവ് ചോയ്സ്, ദേ ക്യാൻ ഡു നോ പ്രോബ്ലം. അവരുടെ ലൈഫ്, അവരുടെ കരിയർ അവർക്ക് തീരുമാനിക്കാൻ നമുക്ക് പറയാനേ പറ്റൂ. അപ്പോൾ വിത്തൗട്ട് നീറ്റിലൊക്കെ നിങ്ങൾ എടുക്കില്ലെങ്കിൽ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ നമ്മൾ പ്രോപ്പറല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ സ്നോഫോൾ കാണാനായിട്ടും നിങ്ങൾ അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടൊരു പ്ലാനുള്ളവരാണെന്നുണ്ടെങ്കിൽ MBBS തിരഞ്ഞെടുക്കരുത്. അല്ല, നിങ്ങൾക്ക് എക്സ്പ്ലോറിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനെ പറ്റിയ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. എവിടെ നോക്കിയാലും ഒരു 100% പറഞ്ഞു തരാനുള്ളൊരു കൺട്രിയും സത്യത്തിൽ നിലവിലില്ല. എന്നാൽ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് പല പിള്ളേരും. പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പല ന്യായീകരണങ്ങളൊക്കെ ഇട്ട് വന്നാലും ഇതാണ് സത്യം. ടു ബി ഓണസ്റ്റ്ലി പറയട്ടെ, നിങ്ങൾ MBBS അബ്രോഡ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് MBBS അബ്രോഡ്. കാരണം നിങ്ങൾക്ക് പഠിച്ച് ഡോക്ടറായി പറ്റൂ എന്നുള്ള ദൃഢമായ തീരുമാനമുള്ളവർ തന്നെയാണ് ഇത് വരുന്നതും. എങ്ങനെയെങ്കിലും MBBS എടുത്തേ പറ്റും. ഇവിടെ വന്നിട്ട് പിന്നെ അതല്ല ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻറ്റോ ആളുകളോ നിങ്ങൾ 5 വർഷം പഠിപ്പിച്ച് ഡോക്ടറാക്കാന്ന് ഒരു പേപ്പറിലവർ ഒപ്പിട്ട് തരില്ല. കാരണം നിങ്ങളുടെ ഭാവി നിങ്ങളതാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എടുത്ത് ചാടി ചെയ്താൽ അത് കരിയർ നശിപ്പിച്ച് കളയരുത്.